Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ശ്രീഭൂതപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലേക്കുള്ള വഴിയിലെ പാലം തകർന്നു. മങ്ങാട്ടുചിറയിൽ നിർമ്മിച്ച പാലത്തിന് മുകളിലെ 2 കൂറ്റൻ ജലസേചന പൈപ്പുകൾ ഏത് നിമിഷവും പൊട്ടാവുന്ന സ്ഥിതിയിലാണ്. ശ്രീഭൂതപുരം ലിഫ്റ്റ് ഇറിഗേഷൻ പമ്പ് ഹൗസിലേക്കുള്ള വഴിയിലെ പാലം തകർന്നു. മങ്ങാട്ടുചിറയിൽ 1987 30 മീറ്റർ നീളത്തിലും 1.5 മീറ്റർ വീതിയിലും നിർമ്മിച്ച പാലത്തിലൂടെയാണ് 2 വലിയ PVC പൈപ്പുകളിലൂടെ വെള്ളം കടന്നുപോകുന്നത്. ശ്രീഭൂതപുരം ലിഫ്റ്റ് ഇറിഗേഷൻ്റെ പമ്പ് ഹൗസിലേക്കുള്ള നടപ്പാതയാണ് ഇപ്പോൾ തകർന്നടിഞ്ഞ് കിടക്കുന്നത്. 1987 മുമ്പാണ് ഈ പാലം പണിതത്. അടിയിൽ തുറയാണ്. ഒരാൾ താഴ്ചയിൽ വെള്ളമുണ്ട്, ഒന്നിൽ കൂടുതലുണ്ടാവും. ഈ പമ്പ് ഹൗസ് 90കളിലാണ് കമ്മീഷൻ ചെയ്തത്. ആ കമ്മീഷൻ ചെയ്ത പമ്പ് ഹൗസിൽ 165ൻ്റെ 2 മോട്ടോറുകളാണ് പ്രവർത്തിക്കുന്നത്. അപ്പം വലിയ കൂറ്റൻ 2 PVC പൈപ്പിലൂടെയാണ് ശ്രീമൂലകരത്തേക്ക് ഈ വെള്ളം എത്തിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട്, ഈ പമ്പ് ഹൗസിലേക്ക് ഉള്ള സാധന സാമഗ്രികൾ വരാനുള്ള വഴിയില്ല. ഇവിടെ നിന്ന് വലിയ ബുദ്ധിമുട്ടിലാണ് ഈ മോട്ടോറും ട്രാൻസ്ഫോമറും ഒക്കെ വലിച്ച് പമ്പ് ഹൗസിലേക്ക് എത്തിക്കുന്നത്. അതിന് പരിഹാരമായിട്ട് ഇവിടെ ഒരു വാഹനത്തിന് പോകാത്തക്ക വിധത്തിലുള്ള പാലം നിർമ്മിക്കണമെന്ന് കാലങ്ങളായിട്ട് അധികൃതരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സംഭവിച്ചിട്ടില്ല ഇതുവരെയായിട്ടും. ഇപ്പം പാലം ഇടിഞ്ഞതോടുകൂടി ഇനി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ ഈ 2 കൂറ്റൻ പൈപ്പുകളും മുടിയും. അത് മാത്രമല്ല, ഈ വർഷകാലം തീരുന്നതിന് മുമ്പായി തന്നെ ഈ പാലത്തിൻ്റെ പലയിടങ്ങളിലും തകർന്ന് താഴെ വീഴും. ഇപ്പം തന്നെ ഈ ക്ലിയർ വിഷൻ്റെ ക്യാമറമാൻ അടക്കം ഇതിലേക്ക് അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഈ കുഴിയിലേക്ക് വീണു. വലിയൊരു അപകടം ഒഴിവായി. അത് നമ്മുടെ മുമ്പിൽ കണ്ടു. അടിയന്തരമായിട്ട് ഈ പമ്പ് ഹൗസിലേക്കുള്ള ഗതാഗതം ഉണ്ടാക്കണം, അതിനൊരു പാലം നിർമ്മിക്കണം. അതുമാത്രമല്ല, പമ്പ് ഹൗസിൽ അനാശാസ്യ പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ധാരാളം പരാതികൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും പരിഹാരമില്ല. അടിയന്തരമായിട്ട് ആ പമ്പ് ഹൗസിൻ്റെ ചുറ്റുമതിൽ നിർമ്മിച്ച് താഴിട്ട് പൂട്ടണം. അതിലേക്ക് അധികൃതർ കടന്നേ പറ്റൂ. ഈ 2 കാര്യങ്ങളാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. ഇത് ചെയ്തില്ലെങ്കിൽ ഈ തവണ ഈ പ്രദേശമാകെ 5-6 വാർഡുകളിലേക്കുള്ള കുടിവെള്ളം തന്നെ നിലക്കും. കൃഷിയുടെ കാര്യം മാത്രമല്ല ഈ പമ്പ് ഹൗസ് നിർവഹിക്കുന്നത്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് ശ്രീഭൂതപുരം ലിഫ്റ്റ് ഇറിഗേഷൻ സംരക്ഷണ സമിതി ചെയർമാൻ A സദാനന്ദൻ പറഞ്ഞു. ഇപ്പോൾ വളരെ അപകടാവസ്ഥയിലിരിക്കുന്ന ഈ പാലത്തിൻ്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് ഇനിയിപ്പോൾ 2 മാസം കൊണ്ട് ഡിസംബർ ആകുമ്പോഴേക്കും ഇവിടെ പമ്പിങ് ആരംഭിക്കേണ്ടി വരും. ഇപ്പോൾ മുതൽ പണി ആരംഭിച്ചാൽ മാത്രമാണ് ഈ പാലത്തിൻ്റെ പണി പൂർത്തീകരിച്ച് വീണ്ടും പമ്പിങ് തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അടിയന്തരമായി ഇതിൽ പഞ്ചായത്തിൻ്റെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധ അടിയന്തരമായി ഇതിലേക്ക് വരികയും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി നടത്താൻ കഴിയണം എന്ന് മാത്രം പറയാം. അടിയന്തരമായി പമ്പ് ഹൗസിലേക്ക് വാഹനങ്ങൾ കടന്നുവരുന്നതിന് ആവശ്യമായ പാലം നിർമ്മിക്കണമെന്ന് കൺവീനർ കബീർ മേത്തർ ആവശ്യപ്പെട്ടു. ഈ ഇറിഗേഷൻ്റെ വർക്കിൻ്റെ ആദ്യത്തെ സംരംഭമാണ് പാലനിർമ്മാണം. 87 മുമ്പ് പണി കഴിപ്പിച്ചതാണ്. അന്ന് ഇറിഗേഷൻ്റെ മന്ത്രിയായിരുന്നത് ഗംഗാധരനായിരുന്നു. ഗംഗാധരൻ്റെ കാലത്താണ് ഈ വർക്ക് ഇവിടെ തുടങ്ങിയത്. അത് മുഴുവനും പൈപ്പിട്ടാണ് തുടങ്ങിയത്. ഒരു വിവാദമൊക്കെ ഉണ്ടായല്ലോ, പൈപ്പ് വിവാദം. അത് തന്നെ ഈ പൈപ്പിട്ടാണ് ഇവിടെ നിർമ്മിച്ചത്. ഇതിൻ്റെ യഥാർത്ഥ പണി അപ്ഗ്രേഡ് ആയിട്ടാണ് ആദ്യകാലത്ത് പ്ലാൻ ചെയ്തത്. അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ പണി നടത്തിയത്. ഈ പണി നടത്തിയപ്പോൾ ഇതൊരു സൂത്രത്തിലാണ് ഇവിടെ നടത്തിയത്. അതായത് കാലുകൾ ധാരാളം ഉണ്ടാക്കി വെച്ചു. സാധാരണ ഒരു പാലത്തിന് ചുരുങ്ങിയത് ഈ പാലത്തിനാണെങ്കിൽ ഒരു 4 കാലും കൊണ്ട് തീരേണ്ടതാണ്. അതിന് പകരമായിട്ട് വെറുതെ കോൺക്രീറ്റ് ഇട്ട് ഉണ്ടാക്കിയ ഒരിതാണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പിയൊന്നുമില്ല കാലിന്. ഇത്ര കാലം നിന്നത് തന്നെ അത്ഭുതമാണ് നമുക്ക്. നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടിക കണ്ടല്ലോ ഇവിടെ.
ആ ഇഷ്ടിക തേച്ച ഇഷ്ടികയായിരുന്നു. ആ ഇഷ്ടിക താഴത്ത് വീണിപ്പോൾ കഴിഞ്ഞപ്പോൾ ഒറ്റ ഇഷ്ടികക്കും സിമെൻ്റ് ഇല്ല. കണ്ടോ നിങ്ങൾ? ഒറ്റ ഇഷ്ടികക്കും സിമെൻ്റ് ഇല്ല. കമ്പിയുടെ ഈ സ്ലാബിൻ്റെ കമ്പിയുടെ അപര്യാപ്തത കാണാൻ പറ്റും നമുക്ക്. ഇത്ര കാലം നിന്ന് തന്നെ അത്ഭുതമാണ്. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ അങ്കമാലി ഷോറൂമിൽ 12ാം വാർഷികാഘോഷങ്ങൾ ഓഗസ്റ്റ് 1 മുതൽ 31 വരെ. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 299 രൂപ മുതൽ. 1 പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ, അപ്പച്ചട്ടി, തവ, കുക്കർ, ബിരിയാണി പോട്ട് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. പ്രഷ്യസ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം. എല്ലാ പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അങ്കമാലി.